ലോക പ്രശസ്ത ചിത്രകാരനായ ലിനാർഡോ ഡാവിഞ്ചിയുടെ നാട്, പിസയുടെയും പീസ ഗോപുരത്തിൻ്റെയും നാട്, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം സ്ഥിതി ചെയ്യുന്ന നാട്, 2000 വർഷം പഴക്കമുള്ള കൊളോസിയം എന്ന മാസ്റ്റർ പീസിൻ്റെ നാട്, യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പൈതൃകങ്ങളുള്ള നാട്, ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന നാട്. യെസ്, വെൽക്കം ടു ഇറ്റലി. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇറ്റലി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ പോയതിൽ ഒന്നിൽ കൂടുതൽ തവണ ഒരു രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റലിയാണ്. കാരണം അവിടെ ഒരുപാട് നാഷണൽ ഹെറിറ്റേജ് സൈറ്റുകളും അതിലേറെ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉണ്ട്. ലോകാത്ഭുതമായ കൊളോസിയവും ചെരിഞ്ഞ ഗോപുരം എന്ന് വിളിക്കുന്ന പീസ ടവറും വന്നത് ഈ ഇറ്റലി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വൈനും കിട്ടുന്നത് ഇറ്റലിയിലാണെന്നാണ് ഇറ്റലിക്കാർ പറയുന്നത്. അത് ഞാൻ അവിടെ ചെന്ന് അത് രുചിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് സത്യമാണെന്ന്. തെക്കൻ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറ്റലി. റോമൻ സാമ്രാജ്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ജന്മസ്ഥലമാണ് ഇവിടം. പോപ്പുലേഷൻ്റെ കാര്യത്തിൽ യൂറോപ്പിലെ 5ാം സ്ഥാനമാണ് ഇവർക്ക്. കല, വാസ്തുവിദ്യ, തടാകങ്ങൾ, പർവ്വതങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവയാൽ അനുഗ്രഹീതമാണ് ഇറ്റലി. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശസ്തമായ സിറ്റികളാണ് റോം, മിലാൻ, ഫ്ലോറൻസ്, വെനീസ്, നാപ്പോളി എന്നിവയൊക്കെ. ലോക പ്രശസ്ത ഫാഷൻ ബ്രാൻഡുകളായ പ്രാദ, ഗുച്ചി, ജോർജ് അർമാനി, വാലന്റിനോ, വെർസാച്ചെ എല്ലാം ഇവരുടെ ബ്രാൻഡുകളാണ്. പിന്നെ വേൾഡ് ഫേമസ് കാറുകളായ ഫെറാറി, ലംബോർഗിനിയൊക്കെയാണ് നമുക്ക് ഏറ്റവും ആകർഷണം തോന്നിക്കണം അവരുടെ ഇറ്റാലിയൻ കാറുകൾ. പിന്നെ ഇവിടുത്തെ മെയിൻ ആൾക്കാർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ കൊളംബസ്, അമേരിക്ക കണ്ടുപിടിച്ച പുള്ളി, പിന്നെ മാർക്കോ പോളോ, പിന്നെ ലിനാർഡോ ഡാവിഞ്ചി, ഇവരൊക്കെ ഇവിടുത്തെ പ്രശസ്തമായ ആൾക്കാരാണ്. വേൾഡ് കിച്ചൺ എന്നാണ് ഇറ്റലിനെ അറിയപ്പെടുന്നത്, ലോകത്തിൻ്റെ അടുക്കള എന്ന്. കാരണം അവരാണ് ഒട്ടുമിക്ക ഫുഡും വേൾഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിസ്സ, പാസ്ത, ജെലാറ്റോ, എസ്പ്രസോ കോഫി, ഇങ്ങനെ തുടങ്ങി പലവിധം ഫുഡുകൾ അവിടെ ഉണ്ട്. ഏത് രാജ്യത്ത് ഞാൻ ട്രാവൽ ചെയ്താലും അവിടുത്തെ മെയിൻ ഫുഡ്, അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഞാൻ കഴിച്ചിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഇറ്റാലിയൻ ഷോപ്പോ അല്ലെങ്കിൽ ടർക്കി ഷോപ്പോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ കൂടുതലും ഫുഡ് പിന്നെ എക്സ്പ്ലോർ ചെയ്യാറ്. ഇറ്റാലിയൻ ഷോപ്പ് ഞാൻ എവിടെ കയറിയാലും ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഇറ്റാലിയൻ ഫുഡ്സ്. റോമിലോ മിലാനിലൊക്കെ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഫാഷനായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മളൊക്കെ വേറൊരു യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കത് കാണാനങ്ങനെ കഴിയില്ല. അവിടെ ഉണ്ടെങ്കിലും ഇറ്റലിയുടെ അത്രയുമില്ല. അവർ ഭയങ്കര ഫാഷനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. കാരണം ഒട്ടുമിക്ക ഫാഷൻ ബ്രാൻഡുകൾ അവിടെ ആയതുകൊണ്ടായിരിക്കണം അവർ എല്ലാം അവർ യൂട്ടിലൈസ് ചെയ്ത് അവർ അടിപൊളിയായിട്ടാണ് നടക്കുന്നതൊക്കെ. പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ 2 തവണ ഇറ്റലി പോയിട്ടുണ്ട്. ആദ്യം പോയത് ഞാൻ റോമാണ്, രണ്ടാമത് പോയത് വെനീസാണ്, സിറ്റി ഓഫ് വെനീസ്. വെനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോം മാതിരിയല്ല, പ്രോപ്പറായിട്ടുള്ള സിറ്റി അല്ല. ഇത് കടലിന് നടുവിലുള്ള ഒരു ദ്വീപിൽ അവർ സിറ്റി പണിതെടുത്തേക്കുന്നത്. നമ്മൾ ആലപ്പുഴയിൽ കുട്ടനാട് എങ്ങനെയാണോ അതേ രീതിയിലാണ്. അവരെല്ലാം ബോട്ടിൽ, വഞ്ചിയിൽ, വള്ളത്തിലൊക്കെയാണ് അവരവിടെ നടക്കുന്നത്. ബൈക്കോ അല്ലെങ്കിൽ കാറോ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അവിടെ. എല്ലാം വെള്ളത്താൽ ചുറ്റിപ്പറ്റി കിടക്കണതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. വേറൊരു സെറ്റും ഇതേമാതിരി ഇങ്ങനെ വെള്ളത്താൽ ചുറ്റിപ്പറ്റി കിടക്കണമില്ല. അതുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് വെനീസിലേക്ക് വരുന്നത്. വെനീസ് ഒരു കാണേണ്ട കാഴ്ചയാണ്. എന്ത് മനോഹരമായിട്ട് അവർ ആ സിറ്റി പണിതെടുത്തേക്കണെന്ന് അറിയോ. എന്നാൽ അതിൻ്റെ നടുവിലൂടെ വെള്ളവും വഞ്ചികളൊക്കെ പോവുകയും ചെയ്യും. അവിടെ ട്രേഡുകൾ നടക്കുന്നുണ്ട്. ഒരു പോർട്ട് നഗരമാണ് വെനീസ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെ നടക്കുന്നുണ്ട്. ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വെനീസിൽ നിന്നാണ് വന്നത്. നിങ്ങളൊരു സീ ഫുഡ് ലവറാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വെനീസിൽ നിന്ന് സീ ഫുഡ് മേടിച്ച് കഴിച്ചിരിക്കണം. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, എന്നാലും നിങ്ങൾ അത് കഴിച്ചിരിക്കണം. ഒരു കുക്ക് ചെയ്ത് റോ ആയിട്ടുള്ള ആ സ്മെല്ലും ഇതൊക്കെ അനുഭവിച്ച് നിങ്ങൾ കഴിക്കാൻ പറ്റും സീ ഫുഡ് ലവറാണെങ്കിൽ കേട്ടോ. പിന്നെ ഗൂഗിൾ മാപ്പ് ഇടാണ്ട് ഈ സിറ്റിയുടെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കാൻ ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആണ് സിറ്റി പണിത് വെച്ചേക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതും വലുതുമായി ഒരുപാട് പാലങ്ങൾ പോകുന്നുണ്ട്, ബ്രിഡ്ജുകൾ പോകുന്നുണ്ട്, ടണലുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴി തെറ്റും. നമ്മൾ വന്ന വഴി നമുക്ക് ഒരിക്കലും ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. എപ്പോഴും ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വേണം പോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലായിടത്തും ഇറ്റലി ഭാഷയിലാണ് ഇവർ എഴുതി വെച്ചേക്കുന്നതൊക്കെ, ഇൻസ്ട്രക്ഷൻ ബോർഡുകളും ബസ്സിൻ്റെ പേര് അല്ലെങ്കിൽ ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് കുറച്ച് പണിയാണ്, നോക്കിയെടുത്ത് കണ്ടറിഞ്ഞ് വായിച്ചൊക്കെ വേണം നമുക്ക് വരാൻ. അതൊക്കെ ഒരു അഡ്വഞ്ചറായിട്ട് കാണേണ്ട വരും ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ. ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസമാണ്. ടൂറിസത്തുമാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് തന്നെ.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് വെനീസ്. വെനീസിൽ ടൂറിസം മാത്രമല്ല, അവർക്ക് ഫിഷിങ്ങിലൂടെയും ഇവർ ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഐക്കണിക് ലാൻഡ്മാർക്കുകളൊക്കെ വന്നത് കൊളോസിയം, റോമൻ ഫോറം, വത്തിക്കാൻ സിറ്റി, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, ട്രെവി ഫൗണ്ടൈൻ, ഫ്ലോറൻസ്, പീസ ടവർ. ഇവയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ്. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യണ ഇറ്റലിയിലെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പുണ്യപുരാതന സ്ഥലമായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വന്നത് ഈ വത്തിക്കാൻ സിറ്റിയിലാണ്. അത് റോമൻ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ വത്തിക്കാൻ സിറ്റി വന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ. അതിനത്രയും തന്നെ ജനസംഖ്യയുള്ളൂ. അവിടെ തന്നെയാണ് പോപ്പിൻ്റെ വസതിയും വന്നത്. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച പോപ്പ് പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരും. ആ അവസരം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലപ്പോൾ അന്ന് ബുധനാഴ്ചയാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ റോമിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്കൊരു അവസരം എന്തായാലും കിട്ടും. വത്തിക്കാൻ സിറ്റിയിലൂടെ എനിക്ക് നടന്നപ്പോൾ ഫീലായത് ആർമി ക്യാമ്പിലൊക്കെ നടക്കണ മാതിരിയാണ്. എപ്പോഴും തൊട്ടടുത്ത് തോക്കും പിടിച്ച് പോലീസുകാരും ആർമിക്കാരും ബ്ലാക്ക് കാറ്റ്സും ഇവരൊക്കെ കാണാൻ പറ്റും. ഇത്ര പുണ്യപുരാതന സ്ഥലവും പിന്നെ പോപ്പും അവിടെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. നമുക്ക് അത്രയും സുരക്ഷയിലാണ് ആ സിറ്റി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റോമൻ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് വത്തിക്കാൻ സിറ്റി ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇറ്റലിക്കാരനായ ലിനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസ എന്ന വേൾഡ് ഫേമസ് പെയിന്റിങ് എന്തുകൊണ്ട് ഫ്രാൻസിലെ പാരീസിലെ ലൂവർ മ്യൂസിയത്തിലിരിക്കണം. അതെനിക്കൊരു ഡൗട്ടായി തോന്നി. അതെന്താണ് അങ്ങനെ? ഇത് ശരിക്കും ഇറ്റലിയിലെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലല്ലേ ശരിക്കും ഇരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഈ വീഡിയോയിൽ കമൻ്റായിട്ട് പറയാം. ഒരുപാട് ചരിത്രവും ചരിത്ര നിമിഷങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. കാരണം ഇപ്പോഴും ആ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിലൊന്നാണ് കൊളോസിയം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന ആ കൊളോസിയം വരെ ഇപ്പോഴും റോമിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. എന്നെങ്കിലും യൂറോപ്പ് കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമായി മാറും നിങ്ങൾക്ക് ഇറ്റലി എന്ന് ഞാൻ ഉറപ്പു തരാം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.